viewers, welcome to Star Jam. This is your favorite host, Rohini Edukula. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കൊമേഡിയനാണ് മിസ്റ്റർ ടിനി ടോം. വെൽക്കം ടു ദി ഷോ ടിനി ടോം. താങ്ക് യു. ടിനി ടോം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പേരുകൾ കുറച്ച് വെറൈറ്റി ഉള്ള പേരുകളാണ് അല്ലേ? സിസ്റ്റർ ടിൻസി, ഫാദറിന്റെ പേര് ടോമി. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഫാദറിന്റെ ഇഷ്ടത്തിനിട്ട പേരുകളാണോ സിസ്റ്ററിന്റെ ആയാലും ടിനിയുടെ ആയാലും ചോദിച്ചിട്ടുണ്ടോ? ശരിക്കും എൻ്റെ പേര് പള്ളിയിലിട്ടിരിക്കുന്നത് ദേവസി എന്നാണ്. സിനിമാ താരം ദേവസിയെ പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ അല്ലേ, അത്ര അങ്ങോട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ അവർ അത് കേൾക്കുമ്പോൾ തന്നെ ചിരിക്കും ചിലപ്പോൾ. ശരിക്കും ടൈനി എന്നാണ്, TINY. എൻ്റെ ആൻറ്റി ഇട്ട പേരാണ്. ജനിക്കുമ്പോൾ എല്ലാവരും ചെറുതാണല്ലോ, രോണി അങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ ടൈനി, അങ്ങനെ ടൈനി എന്ന് വിളിച്ച് ലാസ്റ്റ് അത് പേരായിട്ട് അങ്ങോട്ട് ഇട്ട്. അപ്പോൾ ടിനിന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. പിന്നെ സ്കൂളിലൊക്കെ ഇട്ട പേര് ടിനി ടോം. As far as you are concerned, luck എന്ന് പറയുന്ന ഫാക്ടർ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? ഞാനൊരു ഹാർഡൻഡ് ആർട്ടിസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ വെറുതെ ഈസി ആയിട്ട് വന്നിട്ടുള്ള ആളല്ല. ഞാൻ ശരിക്കും പണിയെടുത്ത് ഓരോ സ്റ്റെപ്പ് വെച്ച് പക്ഷെ അതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മളിൽ വേറെ വല്ല അഹങ്കാരത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കോളും. ഈ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ് ഈ അടുത്ത് ഇന്ത്യൻ ടീമിലേക്ക് കയറിയ ആ കൊച്ചു പയ്യനാണ്. പക്ഷേ അവൻ പറഞ്ഞൊരു വാക്ക് ഇന്നും മനസ്സിൽ കിടക്കാണ്. അത്രയും പക്വത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുകയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കഷ്ടപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ, അവർക്ക് സക്സസ് ഉണ്ടാവട്ടെ, അപ്പോൾ എനിക്കും രക്ഷപ്പെടാമല്ലോ എന്ന്. അപ്പോൾ അവൻ കഷ്ടപ്പെടുന്നു. എന്തോ ഒരു അർത്ഥവത്തായ, ദൈവത്തിനോട് പോലും അർത്ഥവത്തായ വാക്കാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഈ ചെയറാണെങ്കിലും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഷോർട്ട് കട്ട് സക്സസ്സിൽ എൻഡ് ചെയ്യില്ല, താൽക്കാലികമായിരിക്കും. ഞാൻ പെട്ടെന്ന് ഗ്ലിറ്റർ ചെയ്യുക, അപ്പോൾ തന്നെ പോകും. ഇപ്പോൾ കടലാർ നടന്ന ഒരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയിൽ നെഗറ്റീവ് ക്യാരക്ടർ പ്ലേ ചെയ്തു, ഒരു ഡാർക്ക് സൈഡ്. ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം, പക്ഷെ അത് വളരെ നന്നായിട്ട് പ്ലേ ചെയ്തു. അതിൻ്റെ ചെറിയൊരു ലിംപിങ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ക്യാരക്ടറാണ് അതിൻ്റെ അത്. ടിനി ടോമിന് അങ്ങനെ ശരിക്കുള്ള ജീവിതത്തിൽ അങ്ങനെ ഡാർക്ക് സൈഡ് വല്ലതും ഉണ്ടോ നമ്മൾ കാണാത്ത? എപ്പോഴും രണ്ട് വശങ്ങളുണ്ടാവും. നെഗറ്റീവിന് പോസിറ്റീവ് ഉണ്ട്, കറുപ്പിന് വെളുപ്പുണ്ട്, രോഹിണിക്ക് ഞാനുണ്ട്. ഞാൻ കൂടെ ഉണ്ടെന്നല്ലേ, നെഗറ്റീവ് പോസിറ്റീവാണ് ഉദ്ദേശിച്ചത്. ഞാൻ പോസിറ്റീവ് അല്ലേ, അവിടെ ഒരു നെഗറ്റീവായിട്ട് ഒരാളിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ബൾബ് കത്തുന്നത്. ഈ പ്രോഗ്രാം നന്നാവുന്നത് എങ്ങനെയാണ്? നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ്. എൻ്റെ ഒരു പുറത്ത് കാണുന്ന ഒരു രൂപമല്ല യഥാർത്ഥത്തിൽ ഉള്ളിലുള്ളത്. ചിലരെന്നെ കാണുമ്പോൾ തോന്നുന്നു എൻ്റെ രൂപം ശബ്ദമൊക്കെ ഇട്ടിട്ട് ഭയങ്കര ജാടയെന്ന് തോന്നുന്നു. പക്ഷെ ഞാനൊരു മാടപ്രാവിൻ്റെ ഹൃദയമുള്ള ഒരാളാണെന്നുള്ള മാടപ്രാവാണ്. പക്ഷെ അല്ല, അത് ഫ്രൈ ചെയ്ത് തിന്നാറില്ല. പ്രാവിനെ തിന്നുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്നെ പോലുള്ള പ്രാവുകളെ ഫ്രൈ ചെയ്തെന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ റോൾസാണ്. ഹ്യൂമറിലൂടെ ഇപ്പോൾ കോമഡി എന്ന് പറഞ്ഞു, അപ്പോൾ അത് പ്രൂവ് ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷേ അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ. ഇപ്പം മംഗ്ലീഷ് എന്ന് പറയുന്ന പടത്തിലും ഞാൻ സാധാരണ തിയേറ്ററിൽ പോയിരുന്ന് ആസ്വദിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സിനിമാക്സ്, PVR അവിടെയൊക്കെ കുറച്ചും കൂടി ബലമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പലതരം ചിരികളുണ്ട്. ഞാനിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലോക്കൽ തിയേറ്റേഴ്സ് പോയിരിക്കുമ്പോഴാണ് ശരിക്കും എന്നെ ഏറ്റെടുക്കുന്നത്. ഏതൊരു ആർട്ടിസ്റ്റിനെ ഏറ്റെടുക്കുന്ന അവിടെയാണ്. തുറന്നവർ ചിരിക്കുക, അവർക്ക് കൂടുതൽ ചിന്തിക്കാനില്ല, ഭാരങ്ങളില്ല, കൂടുതൽ പണമില്ല, കൂടുതൽ ബിസിനസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തിയേറ്ററിൽ പോയിരിക്കുമ്പോഴാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ മംഗ്ലീഷ് എന്ന പടത്തിൽ ഉപയോഗിച്ച ഹ്യൂമറുകളെല്ലാം ജനങ്ങളെ ഏറ്റെടുത്തു. ഇപ്പോൾ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന പടത്തിൽ ഒരൊറ്റൊരു സീനുള്ള അതിൻ്റെ ഒരു രഞ്ജിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്, പൃഥ്വിരാജിനോടൊപ്പം പോവാണ്, അപ്പോൾ നീ ഏത് ഇതിലേക്ക് പോയാലും ഞാനും ഉണ്ടോ കൂടെ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കണ്ണിലൊരു ഫീല് വരണം, നിൻ്റെ കണ്ണിലെന്ന് അറിയണം. അത് ഗ്ലിസറിനില്ലാതെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. അത് ഭയങ്കര അസാധ്യമായ പെർഫോമൻസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയാസാണ് അതൊക്കെ. അപ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ കിട്ടുമ്പോഴാണ് എന്നിലുള്ള യഥാർത്ഥ ഒരു ആർട്ടിസ്റ്റ്, ഒരു ആക്ടറെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നത്. ഹ്യൂമർ അത് ഒരിക്കലും ഞാൻ കൈവിടില്ല. കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന വികാരം ചിരിയാണ് ജനങ്ങൾ. എനിക്കൊന്ന് നമ്മുടെ സമൂഹത്തിൽ കുറേ പേര് പരദൂഷണം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒന്നായിരിക്കില്ല, ഇപ്പോൾ പറഞ്ഞ പോലെ സത്യമോ നടന്ന കാര്യമോ ഒന്നും ആയിരിക്കില്ല, ഊതി വീർപ്പിച്ച കാര്യങ്ങളായിരിക്കാം അല്ലേ? അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനോട് ടിനി ടോമിന് തോന്നുന്ന ഒരു അപ്രോച്ച് എന്താണ്? നമ്മുടെ ചുറ്റും കുശുംബന്മാരാണ് കൂടുതലും. അപ്പോൾ ഈ സിനിമയിലെ തന്നെയല്ല, അല്ലാതെ നമ്മൾ കാണുന്നത് എന്തിനാണ് നമുക്കുള്ളത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ നേടുക. ഈ ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഞാൻ ദിവസം എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആരോഗ്യം ഉണ്ടായാലും ഞാൻ എങ്ങനെയും പണിയെടുക്കും. ചാനലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നു, ചാനലിൽ ഇപ്പോഴും നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നു, ആങ്കർ ചെയ്യാൻ, എവിടെ അഡാപ്റ്റബിൾ ആവുക എന്നുള്ളതാണ്. അത് ഇപ്പം പറയുന്ന ഈ നെഗറ്റീവായിട്ടുള്ള സ്വഭാവത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഇതുപോലുള്ള ചിന്തകളാണ്. അപ്പോൾ രോഹിണി നന്നായിട്ട് പുസ്തകം വായിച്ചാൽ മതി. കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമില്ല എന്ന് മനസ്സിലാവും. ചില ആൾക്കാരുടെയൊക്കെ ബയോഗ്രഫിയും, മുരളി എന്ന് പറഞ്ഞൊരു നടനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ നാണക്കേടായിപ്പോയി. ഞാനൊന്നും ഒന്നുമല്ല,
ഒരു ഇതുമില്ലാത്ത ആളാണ് തിലകൻ ചേട്ടൻ. അങ്ങനെ ഒരുപാട് പേരുടെ പുസ്തകങ്ങളുണ്ട്, അവർ എഴുതിയിരിക്കുന്നത് വായിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ സീറോ എന്ന് തോന്നും. റോൾ പ്ലേയിങ് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും എൻജോയ് ചെയ്ത ക്യാരക്ടർ ഏതാണ്? എല്ലാം എൻജോയ് ചെയ്താണ്, പക്ഷേ ഒരുപാട് സ്ട്രെയിൻ ചെയ്തൊരു വേഷം എന്ന് പറഞ്ഞാൽ വീണ്ടും കണ്ണൂർ എന്ന് പറഞ്ഞൊരു പടത്തിലാണ്, പക്ഷെ അതാരും കണ്ടില്ല. അതുപോലെ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ്, അതും ഇപ്പോൾ ചാനലിലൊക്കെ വരുമ്പോൾ ടിനി ഫൈറ്റ് ചെയ്യൂ, ഡാൻസ് ചെയ്യുമെന്നൊക്കെ ചോദിക്കും, പക്ഷെ ഇതൊന്നും തിയേറ്ററിൽ ആരും കണ്ടില്ല. അപ്പോൾ ചാനലിൽ ഈ സിനിമ വന്നിട്ട് വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമൊന്നുമില്ല, കാരണം തിയേറ്ററിൽ വിജയിച്ചെങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പടം വിജയിച്ചില്ലെങ്കിൽ എൻ്റെ ക്യാരക്ടേഴ്സ് ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു, അതിന് ആപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കണ്ണൂർന്ന് കഴിഞ്ഞ പടം ഡയറക്ടർ സിദ്ദിഖ് കണ്ടിട്ട് ടിനി അമേസിങ് നന്നായിട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് അതിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ഷോട്ടുകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അനൂപ് മേനോനാണ് അതിൻ്റെ ഹീറോ ആയിട്ട് ചെയ്തത്. അത് അനൂപിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് മെയിൻ വില്ലൻ ക്യാരക്ടർ തന്നെയാണ്, പക്ഷെ അത് ഇങ്ങനെ പ്ലേ ചെയ്ത് വരാൻ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട് അതിന്. അതൊന്നും പുറത്തെറിയിക്കരുത്. ലാസ്റ്റ് അനൂപിൻ്റെ അടുത്ത് കരയൊന്നുമുണ്ട് എന്ന വില്ലനിസം വരണം, എല്ലാം കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് പക്ഷേ ആരും കണ്ടില്ല. പല ആക്ടേഴ്സിന് അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ ചിലത് ശ്രദ്ധിക്കപ്പെടാതെ പോകും. ഒരുപാട് നല്ല പടങ്ങൾ തിയേറ്ററിൽ അംഗീകരിക്കപ്പെടും. ഇപ്പോൾ ഈ 4 കുട്ടികളുടെ ക്വാഡ്രപ്ലിറ്റ്സ് എന്ന് പറയുന്നത്, അത് തിയേറ്ററിൽ വലിയ വിജയമൊന്നും വരുന്നില്ല, പക്ഷേ ചാനലിൽ ഒരു വർഷം കൊണ്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തു. ആ റേറ്റിംഗ് കിട്ടി, അതിൽ സന്തോഷമുണ്ട്, സാധാരണ ജനങ്ങൾ കണ്ട്. കാരണം അത് ഞാൻ ജീവിതത്തിൽ തന്നെ പോയി പകർത്തിയതാണ്. ഇങ്ങനെ ഇതൊരു ഫോറിൻ ഫിലിംസിൻ്റെ എന്നുള്ളൊരു ഇൻസ്പിറേഷൻ ഉള്ളൊരു പടമൊന്നുമല്ല അത്. ഏതെടുത്ത് രോഹിണി എടുത്ത് നോക്കി ആരെടുത്ത് നോക്കിയാലും അറിയാം, ഇങ്ങനത്തെ ഒരു ഫിലിം ഉണ്ടായിട്ടില്ല ലോകത്ത്. ഞാനിത് ചേർത്തലയിലൊരു വീട്ടിൽ പോയി കണ്ടാണ്, 4 കുട്ടികളുള്ള വീട്ടിൽ. അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഹൗസ്ഫുൾ എന്നുള്ള പേര് കണ്ടിട്ട് തിയേറ്ററിലോട്ട് ആൾ വരാതിരുന്നാന്ന് സംശയമുണ്ട്. പടം ഹൗസ്ഫുള്ളായെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ 4 കുട്ടികളൊക്കെ ഉണ്ടാവുന്നത് വലിയൊരു റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ഉണ്ടാവാറില്ല. ദൈവം അങ്ങനെയാണല്ലോ, കുറേ കുസൃതികൾ കാണിക്കും. അപ്പോൾ ഇത് ഒരു മിഡിൽ ക്ലാസ് അതിൻ്റെ താഴെയുള്ളവരൊക്കെയാണ്. അപ്പോൾ ആ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ 4 കുട്ടികളുണ്ടായിട്ട് 4 കുട്ടി തന്നെയാണ് കുഞ്ഞുങ്ങൾ. ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ അവിടുത്തെ ആൾ വിഷമിച്ച് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഏറ്റവും ചിരി ഉണർത്തിയത്. പക്ഷെ ചിരിക്കാനും പറ്റില്ല, എനിക്ക് ചിരിച്ചു പോയി. പക്ഷേ കാരണം എന്താണ്, 4 ഒരുപോലെയാണല്ലോ ഇരിക്കണത്, ഏകദേശം ഒരുപോലെ ഇരിക്കും. ഈ കുട്ടികളുടെ അമ്മ ബ്ലൗസിന് ഉക്കിട്ടിട്ട് 1.5 വർഷമായിരുന്നു, പുള്ളിക്കാരൻ പറയാം. അപ്പം ഞാൻ ചിരിക്കും. ഇപ്പോൾ രോണി ചിരിച്ചില്ല, ഇതുപോലെ തന്നെ ചിരിച്ചു. പുള്ളി വിഷമത്തോടെ പറയുന്നത് ഇവിടെ ബ്ലൗസിന് ഉക്കിട്ടിട്ട്. അപ്പോൾ എന്നിട്ട് പറയും, ഞാൻ ഇത് ഈ കുടിച്ചത് തന്നെ വീണ്ടും കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അരയിൽ ചരട് കിട്ടുമെന്ന്, ഇത് കുടിച്ചാണ് മാറ്റി, ഇത് തന്നെ ഭർത്താവിന് പണി ഇത് തന്നെയാണെന്ന് മാറ്റി കിടത്തുക, ഇത് തന്നെ. അപ്പം ഒന്ന് ഓർത്തേക്ക്, അവർ ദുരന്തമാണ്, നമ്മൾ ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഇതെല്ലാം ഒരു സിനിമയ്ക്ക് സാധ്യതകളുണ്ട്. പിന്നെ ഇതിൽ ഒരെണ്ണം ഇപ്പോൾ സ്കൂളിലേക്ക് പോകാറായപ്പോൾ കാലഘട്ടം എപ്പോഴേക്കും യൂണിഫോം ഇട്ട് എല്ലാം റെഡിയായി കഴിയുമ്പോഴേക്കും ഒരാൾക്ക് അപ്പിടണം എന്ന് പറയും. അപ്പം 4 എണ്ണത്തിന് പോകണം, എല്ലാവർക്കും പനി വന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കി ചെയ്ത സിനിമയാണ്. അതിപ്പോഴും റിപ്പീറ്റഡ് ജനങ്ങൾ ആസ്വദിക്കുന്നത് ഇതുകൊണ്ടാണ്.